ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മകരം ഒന്നാണ്, അപ്പം മകരപ്പൊങ്കൽ ഇടാമെന്ന് എഴുതി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴാണ് നല്ല രസമുണ്ട് ഇങ്ങനെ പുറത്തെ ആകാശം ഇങ്ങനെ കാണാനായിട്ട്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടാവും. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ വിളക്കൊക്കെ കത്തിക്കാൻ കയറി കേട്ടോ. അപ്പോൾ പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ ഉണർത്താതിരിക്കാൻ ഞാൻ ലൈറ്റൊന്നും ഇടാതാണ് വിളക്കൊക്കെ കത്തിച്ചത്. അപ്പം നന്നക്കുട്ടനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ചിലപ്പോൾ ആൾ കുറച്ച് നേരം വാശിയൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആളെ എഴുന്നേൽപ്പിക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഞാൻ കിച്ചണിലോട്ടാണ് കയറിയത്. ഇന്ന് മകരം ഒന്നായതുകൊണ്ട് തന്നെ കുറച്ച് പൊങ്കാല പായസം ചെയ്യാമെന്ന് കരുതി. അപ്പം തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിൽ ഇത് ആഘോഷിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലും ചില ഇടങ്ങളിലൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് പൊങ്കാല ഇടാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ അടുപ്പൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കതൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അപ്പം ഞാൻ നമ്മുടെ കിച്ചണിൽ തന്നെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പം ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ അത് വീട്ടിലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം, എനിക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു ഇതായാലും ശരി, ചെറിയ രീതിയിൽ ഞാനും ഇവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ വട്ടം എനിക്ക് തിരുവാതിര നോമ്പ് എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മകരപ്പൊങ്കൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതൊക്കെ നേരെ കിച്ചണിലോട്ട് കയറിയേക്കാണ്. കിച്ചണിൽ ഞാൻ ഇന്നലെ തന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നോൺ വെജ് ഒക്കെ വെക്കുന്നില്ല. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. അല്ലെങ്കിലും നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കിടന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലീനാണ്. അപ്പം ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ പായസം മാത്രം വെക്കുന്നൊരു ഉരുളിയുണ്ട്. അപ്പോൾ അതിനകത്ത് പായസം ഉണ്ടാക്കാമെന്ന് കരുതി. അതിനകത്ത് പായസം മാത്രമേ വെക്കത്തുള്ളൂ, വേറെ ഒന്നും വെക്കത്തില്ല. അപ്പം ഞാൻ രാവിലെ അത് പായസം വെക്കണം, പിന്നെ പിള്ളേർക്കൊന്ന് ക്ലാസ്സിന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടെ അതും നടക്കണം. അപ്പോൾ രണ്ടും കൂടി നടത്താമെന്ന് കരുതി കേട്ടോ. കുറച്ച് പായസം വെക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ചെറിയൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ശർക്കര പായസമാണ് വെക്കുന്നത്. പുഴുക്കലരി വെച്ചിട്ടേ നല്ല ടേസ്റ്റാണ്. എനിക്ക് പായസത്തിനോട് എനിക്ക് മധുരം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പായസമൊന്നും കുടിക്കില്ല. പക്ഷേ ഇവിടുത്തെ ചേട്ടനും ശിവമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ പായസമൊക്കെ വെച്ച് കുറച്ച് എല്ലാവർക്കുമൊക്കെ നമ്മുടെ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ബഹറിൽ വന്നിട്ട് 11 വർഷമായിരുന്നെങ്കിലും എനിക്കറിയില്ലായിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ ബഹറിൽ ഇങ്ങനെ ആഘോഷിക്കുന്നുള്ളത്. കാരണം എനിക്കിവിടെ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയപ്പോഴാണ് വലിയ വലിയ കോണ്ടാക്ട്സ് ഒക്കെ ആയി തുടങ്ങിയത്. അപ്പം അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പൊങ്കലും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഈ ഫ്രൈഡേ പൊങ്കലാഘോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പോയേനായിരുന്നു. പക്ഷേ അത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയി. അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് ഇവിടെ തന്നെ പോയി ആഘോഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ പൊങ്കാല പായസത്തിനുള്ള ഞാൻ അരിയും സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ചോറിടാന്ന് വിചാരിച്ചു. ഞാൻ പുഴുക്കലരിയാണ് ഇതിനകത്ത് ഇടുന്നത്. നമ്മുടെ നാട്ടിൽ ചില ഏരിയയിലൊക്കെ ഇത് നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ പിന്നെ ഒരു ഉത്സവം തന്നെയാണ്. നമ്മുടെ ലുലുവിൽ പോകുമ്പോഴത്തേക്ക് അവിടെ കാണാൻ പറ്റും കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പൊങ്കൽ പ്രമാണിച്ച് കരിമ്പൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അരി തിളച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ പായസം തന്നെ പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ചെയ്യുന്ന വേറൊരു രീതിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്കും സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അവർക്കും ഒരു സൈഡിൽ നിന്ന് ഞാൻ അവരുടെ ഫുഡൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ടൈം അങ്ങോട്ട് കിട്ടത്തില്ല. അവർക്കൊരു 6:40 ആകുമ്പോഴത്തേക്കും ബസ് വരും. അപ്പോൾ ഇപ്പം തന്നെ സമയം ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് കൊണ്ടുപോകാനായിട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കുകയാണ്. സ്ട്രോബെറി ഒന്ന് കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഇതെല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനൊരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്ക എല്ലാ ദിവസവും എഴുന്നേൽക്കാറുണ്ട്. അപ്പം അത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ വിളിച്ചുണർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാമൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ അവരെ പോയി വിളിക്കുന്നതൊക്കെ. അപ്പോൾ ഇതുവരെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ തിരിങ്ങിയിട്ട് അതൊന്ന് കുറച്ച് വെള്ളത്തിനകത്തൊന്ന് കൈകൊണ്ട് ഞെവിടിയിട്ട് ആ പാലും തേങ്ങയും കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പലരും പല രീതിയിലാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്കിഷ്ടവും ടേസ്റ്റ് കൂടുതലും. പിന്നെ ഞാൻ ശർക്കര ഇതിനകത്ത് അതുപോലെ തന്നെ ഇടുകയാണ് കേട്ടോ. ചിലപ്പോൾ ശർക്കര നമുക്ക് പാനി കാച്ചി ഇടാം. അപ്പം നല്ല കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. പക്ഷേ അതുപോലെ ഇട്ട് നല്ല ക്വാളിറ്റിയുള്ള ശർക്കര എടുക്കണം അതുപോലെ ഇടുകയാണെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പിന്നെ പൊങ്കാല നാട്ടിൽ ഇടുന്ന സമയത്ത് നമ്മൾ ശർക്കര പാനിയൊന്നും കാച്ചാൻ പറ്റില്ലല്ലോ. ശർക്കര അതുപോലെ ഇടുകയല്ലേ. അപ്പം ഞാനും അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു
ഷോമോൾക്ക് ഒരു 4 വയസ്സുള്ള ആ ടൈമിലാണ് ഞാൻ അവസാനമായിട്ട് നാട്ടിൽ പൊങ്കാല ഇട്ടിട്ടുള്ളത്. അത് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വട്ടത്തെ ഡേറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആറ്റുകാൽ പൊങ്കാല ഇങ്ങ് അടുത്തിട്ടുണ്ട്, കുറേ വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ അന്ന് ഇട്ടത്, പക്ഷെ പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ ആയിരിക്കുമല്ലോ, ആ സമയത്ത് പിള്ളേരുടെ എക്സാമോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാണും, അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാനുള്ളൊരു സാഹചര്യം കിട്ടത്തില്ല. പക്ഷേ ഈ വട്ടവും ഡേറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ, ഈ വട്ടവും പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെയാണ്. ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഒരു വട്ടവും കൂടി പോയി അത് ഇവിടെ പൊങ്കാല ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ദൈവം സഹായിച്ച് അതൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് പിന്നെ അമ്പലങ്ങളിലൊന്നും ഇതുപോലെ പോയി പൊങ്കാല ഇടാൻ പറ്റുന്നില്ലെങ്കിലും വീട്ടിൽ അമ്മ എല്ലാ അമ്പലങ്ങളിലും പോകാറുണ്ട് കേട്ടോ. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ ഒരിടത്തും മിസ്സാക്കത്തില്ല. അമ്മയ്ക്ക് പറ്റുന്നിടത്തൊക്കെ അമ്മ പോയി പൊങ്കാല ഇടാറുണ്ട്. അപ്പോൾ ഈ വട്ടം ചക്കുളത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആറ്റുകാൽ പോകണമെന്നൊക്കെയാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഉത്സവ സീസണൊക്കെയാണ് വരുന്നത്. നാട്ടിൽ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിരിക്കും ഇനി അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ അതാ നമ്മുടെ പായസം ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരുടെ ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. എല്ലാം സെറ്റ് ചെയ്തിട്ട് അവരെ വിളിക്കുമ്പോഴേ നമുക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണം. എനിക്ക് രാവിലെ ഇങ്ങനെ പെടച്ചടിച്ച് ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഒതുക്കി വെച്ചിട്ട് അവരെ പോയി വിളിച്ച് പിന്നെ അവരുടെ കൂടെ ആയിരിക്കണം ഫുൾ ടൈം. പ്രത്യേകിച്ച് നന്നക്കുട്ടൻ്റെ കൂടെ. ഷോമോൾ ഇപ്പോൾ ഏകദേശം എല്ലാമൊക്കെ ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ നന്നക്കുട്ടനെ ഇപ്പോൾ നമ്മൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സെറ്റായിട്ട് അവരെ വിളിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആ ചേട്ടനുള്ള ചായ ഇടുകയാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേട്ടനുള്ള ചായയൊക്കെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്നെ കാണത്തില്ല. അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. കാരണം പിള്ളേർ രാവിലെ തിരക്കാണ്, 6:30-ക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവരെയൊക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഫ്രഷായി പിന്നെ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ട് വേണം വിടുന്നത്. 10:30-കൊക്കെയാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ സമയം അത്രയും നേരം വിശന്നിരിക്കുന്നത് ഞാൻ രാവിലെ നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഷോമോൾ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്യും. ആൾക്ക് മുടിയൊന്നും മാത്രം കെട്ടി കൊടുത്താൽ മാത്രം മതി. പക്ഷെ നന്നുകുട്ടനെ അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കുകയാണ് കേട്ടോ. നന്നുകുട്ടനെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഞാൻ ഷോമോളുടെ കാര്യം നോക്കുന്നത് തന്നെ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ കളക്കി ഏർപ്പെടും. രണ്ടുപേർക്കും രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും, ഇത്രയും നേരം വിശന്നിരിക്കേണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അത് എല്ലാം റെഡി ആയിട്ട് ആൾ ഇറങ്ങുന്നുണ്ട്. നന്നുകുട്ടൻ വീണ്ടും സ്ലോ മോഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വാ വണ്ടി ഇപ്പോൾ വരും, വണ്ടി ഇപ്പോൾ വരും. ഇപ്പം നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ പിള്ളേർക്കൊക്കെ രാവിലെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തന്നെ നല്ല മടിയാണ്. അപ്പോൾ രണ്ടുപേരും ഇയർ ക്യാപ്പൊക്കെ വെച്ചിട്ട് വണ്ടി വന്നു. അപ്പോൾ ഞാൻ അവർ പോയപ്പോൾ തന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ചേട്ടനും പോയി. പിന്നെ ചേട്ടനും പോയ സമയത്ത് ഞാൻ നേരെ ജിമ്മിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ദിവസമെന്ന് വെച്ചാൽ പെട്ടെന്നോട്ടാണ് പോകുന്നത്. കാരണം എനിക്കിപ്പോൾ ഒന്നിനും സമയം കിട്ടാറേ ഇല്ല. രാവിലെ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നേരെ ജിമ്മിൽ പോകും. 8:30-ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് 11:30-ഒക്കെ ആകുമ്പോഴത്തേക്കാണ് തിരിച്ചു വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ടും ഇവിടുത്തെ പണികളൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണാൻ, ടാറ്റാ.